എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദേവയാനി ചന്തുമോൾക്ക് കളിപ്പാട്ടങ്ങളെല്ലാം മേടിച്ചു കൊടുത്തത് കാണുമ്പോൾ ആകെ ദേഷ്യം വരുന്നുണ്ട് ജലജയ്ക്ക്. അതുകൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്യാനായിട്ട് ചെല്ലുവാണ് ജലജ. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ മകൻ ആദർശം നയനമോളും ഇഷ്ടപ്പെടുന്ന കുട്ടിയെ ഇനി എനിക്ക് വെറുക്കാൻ പറ്റില്ല, അവളെ സ്നേഹിക്കാനേ കഴിയുള്ളൂ എന്ന് പറയുന്നു. വേറെ നിവൃത്തിയില്ലാണ്ട് ജലജ നേരെ നവ്യയുടെ അടുത്ത് ചെല്ലുക. എന്നിട്ട് പറയുവാണ്, എന്ത് ചെയ്യാം, ഇപ്പോൾ ആ പെണ്ണിനെ മതി എല്ലാവർക്കും, എൻ്റെ അനന്തപത്മനാഭനെ ആർക്കും വേണ്ട, ഇതൊന്നും ആരും അനുവദിച്ച് കൊടുക്കില്ല നവ്യ, ഇതൊക്കെ ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നവ്യനെ ഇളക്കി വിടുക കേട്ടോ. നവ്യ നേരെ ദേവയാനിയുടെ അടുത്ത് വന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ വരെ അമ്മായിക്ക് ഇഷ്ടമല്ലായിരുന്നു ഈ പെങ്കൊച്ചിനെ, പക്ഷേ ഇപ്പം ഭയങ്കര ഇഷ്ടമാണല്ലോ, അതിനെന്താ കാരണം? ഈ കാണുന്ന കളിപ്പാട്ടങ്ങളെല്ലാം അമ്മായിയല്ലേ ഇവൾക്ക് മേടിച്ചു കൊടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഈ ചോദ്യം ചെയ്യലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ദേവയാനി നേരെ മുത്തശ്ശൻ്റെ അടുത്ത് പോകുന്നു. എന്നിട്ട് മുത്തശ്ശനോട് പറയുവാണ്, അച്ഛൻ പറഞ്ഞത് നേരാണ്, അതുപോലെ ഒരു പെൺകുട്ടി ആദർശിൻ്റെയും നയനയുടെയും മോളായി തന്നെ ഈ വീട്ടിൽ വളരണം എന്നൊക്കെ പറയുന്നു. അന്നേരം മുത്തശ്ശന് ഭയങ്കര സന്തോഷം. പിന്നീട് വൈകിട്ട് ഓഫീസിൽ നിന്ന് വരുന്ന ആദർശിനെ നയനയാണ് കാണിക്കുന്നത്. നയനയെ കാണുമ്പോഴേക്കും ചന്തുമോൾ ഓടിപ്പോയി അടുത്തോട്ട് ഓടി ചെല്ലുന്നുണ്ട്. അന്നേക്കും നയനെ എടുത്തുകൊണ്ട് പോരുന്നു. അന്നേരം അത് കണ്ട് ഒരുപാട് സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന ദേവേനെയും കാണിക്കുന്നുണ്ട്. ഏതായാലും ഇതൊന്നും ഇനി അനാമികയ്ക്കും ജാനകിക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ പേരിലുള്ള യുദ്ധമായിരിക്കും അടുത്ത് നടക്കാൻ പോണേ. ഇതൊക്കെയായിരുന്നു പ്രൊമോ വിശേഷങ്ങൾ.